Hi dears, welcome back. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോണത്. ക്രഞ്ചി ക്രീമി ക്യാരറ്റ് പുഡിംഗ്. ഇതൊരു 3 ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡാണുള്ളത്. അതുകൊണ്ട് നോർമൽ കസ്റ്റേർഡിൻ്റെ ആ യെല്ലോ കളറിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ക്യാരറ്റ് പുഡിംഗ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ കളറ് ടാലിയായി പോകുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് പ്യൂരി ആഡ് ചെയ്യാം. ഇത് 3 ക്യാരറ്റ് വേവിച്ച് വെള്ളവും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റർഡും ക്യാരറ്റും കൂടെ മിക്സായിട്ട് കറക്റ്റ് ക്യാരറ്റിൻ്റെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. പുഡിംഗ് നല്ല സ്മൂത്തായിട്ട് തരിയൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് കുറുകി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ കുറുകിയിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക. ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി പുഡിംഗ് സെറ്റ് ആവാനായിട്ട് ഞാനിപ്പോൾ ജലാറ്റിനാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വലിയ സ്പൂണ് ജലാറ്റിന് ചൂടുവെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 3 ടീസ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് എപ്പോഴും കറക്റ്റായിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായി വരില്ല. ഇനി അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുഡിങ് നല്ല ഹാർഡായിട്ട് വരും. നമുക്ക് ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത് 2 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾക്കിത് പുഡിംഗ് ഡിഷിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ക്യാരറ്റ് ഹൽവയാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിനി പുഡിങ്ങിൽ ക്യാരറ്റ് കടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാല് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1/2 കപ്പ് മിൽക്ക്മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. ഇനി ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ല ലോ ഫ്ലെയിമിലിടുക. പാലൊക്കെ ഒന്ന് മെല്ലെ വറ്റി കുറുകി ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് ആ കറക്റ്റ് ഹൽവ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും ബദാമും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഫ്രീസ് ചെയ്തിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് ഹൽവ ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മൾ തേർഡ് ക്രീമി ലെയർ റെഡിയാക്കി എടുക്കാം. തേർഡ് ലെയറിനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാനുള്ള ബൗളും അതുപോലെ വിപ്പിംഗ് ക്രീമും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ചില്ല് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെത് കറണ്ട് പോയ കാരണം വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു മധുരമുണ്ട്. ആ മധുരം മതി എന്നുള്ളൊരു എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ 2 എഗ് വൈറ്റ് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു ഫോമാണ് കറക്റ്റായിട്ടുള്ളത്. ഇത് താഴോട്ട് വീഴാത്ത ഒരു ഫോമിലിരിക്കണം. നമ്മൾ ഈ ബൗളൊന്ന് കമഴ്ത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പോവാത്ത പരുവായിട്ടിരിക്കണം. ഈ ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ലെയേഴ്സും സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഷ്യൂസ് കാരമലൈസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചതൊന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമിയാണ്, അതുപോലെ ക്രഞ്ചിയാണ്, റിച്ച് ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ്. ഇനി വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.